അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. മുബ്തദികളുടെ വഹാബികളുടെ തകരാറുകളെക്കുറിച്ചും അവരുടെ പ്രശ്നങ്ങളെക്കുറിച്ചുമാണല്ലോ ഞാൻ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. അവരുടെ മറ്റൊരു പ്രധാന പ്രശ്നമാണ് ലോക മുസ്ലിമീങ്ങളെ കാഫിറാക്കൽ. ലോകത്തുള്ള മുസ്ലിമീങ്ങളെല്ലാവരും കാഫിരീങ്ങളാണെന്നും മുസ്ലിമീങ്ങളെ കൊല്ലണമെന്നും മുസ്ലിമീങ്ങളുടെ സമ്പത്ത് പിടിച്ചെടുക്കുന്നവരുമാണ് ബിദഈകൾ, വഹാബികൾ. ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിനോട് പറയുന്ന ഏറ്റവും ക്രൂരമായ വാക്കാണ് അവനെ കാഫിറെന്ന് വിളിക്കൽ, അവനെ മുശ്രിക്കെന്ന് വിളിക്കൽ, അവനെക്കുറിച്ച് അവിശ്വാസി എന്ന് പറയൽ. ഇമാം ബുഖാരി റഹിമഹുല്ല അവിടുത്തെ സ്വഹീഹുൽ ബുഖാരിയിൽ കൊണ്ടുവരുന്ന ഒരു ഹദീസ് നമുക്ക് കാണാൻ സാധിക്കും. സ്വഹീഹുൽ ബുഖാരിയെക്കുറിച്ച് പറയുമ്പോൾ അസഹുൽ കുതുബി ബഅദ കിതാബില്ലാഹി സ്വഹീഹുൽ ബുഖാരി, പരിശുദ്ധ ഖുർആൻ കഴിഞ്ഞ ശേഷം ഏറ്റവും അസ്വഹായ കിതാബ് അത് ഇമാം ബുഖാരി റഹിമഹുല്ലയുടെ സ്വഹീഹുൽ ബുഖാരിയാണെന്ന് ഭൂരിഭാഗ ഉലമാക്കളും പരിചയപ്പെടുത്തിയത് നമുക്ക് കാണാൻ സാധിക്കും. ആ സ്വഹീഹുൽ ബുഖാരിയിൽ ഇമാം ബുഖാരി റഹിമഹുല്ല കൊണ്ടുവരുന്നൊരു ഹദീസുണ്ട്. അൻ ഇബ്നി ഉമർ റളിയല്ലാഹു അൻഹുമ അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല അയ്യുമാ റജുലിൻ ഖാല ലി അഖീഹി യാ കാഫിറു ഫഖദ് ബഅ ബിഹാ അഹദുഹുമ. ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമായ സഹോദരനെ കാഫിർ എന്ന് വിളിച്ചാൽ അത് അവനിലേക്ക് തന്നെ മടങ്ങി വരും. അഥവാ വിളിക്കപ്പെടുന്ന വ്യക്തി ഒരു മുസ്ലിമായ സഹോദരനാണ് എങ്കിൽ അവനെ കാഫിർ എന്ന് വിളിച്ചതിൻ്റെ കുറ്റം ഇവനിലേക്ക് തന്നെ മടങ്ങി വരും. എന്തൊരു ഗൗരവം പിടിച്ച കാര്യമാണ് ഇവർ വളരെ സിമ്പിളായി കാണുന്നത്. ഇമാം ബുഖാരി റഹിമഹുല്ല തന്നെ അവിടുത്തെ സ്വഹീഹിൽ മറ്റൊരിടത്ത് കൊണ്ടുവരുന്ന ഹദീസ് നമുക്ക് കാണാൻ സാധിക്കും. അൻ അബ്ദില്ലാഹി ഖാല സഅൽതു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം അയ്യു ദംബി അഅലമു ഇൻദല്ലാഹ്. ഓ നബിയെ, അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും വലിയ തെറ്റെന്താണ്, ദോഷമെന്താണെന്ന് ചോദിച്ചപ്പോൾ അവിടുന്ന് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, അൻ തജ്അല ലില്ലാഹി നിദ്ദൻ വഹുവ ഖലഖക. നിന്നെ പടച്ച റബ്ബിനിക്ക് മറ്റൊരു പങ്കുകാരനെ ചേർക്കുക, അഥവാ ശിർക്ക് വെക്കൽ. പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ലുഖ്മാനിൽ നമുക്ക് കാണാൻ സാധിക്കും, ഇന്ന ശിർക ലദുൽമുൻ അലീം. ശിർക്ക് വെക്കൽ, അള്ളാഹുവിനിക്ക് പങ്കുകാരനെ ചേർക്കൽ, അത് ഏറ്റവും വലിയ തെറ്റാണ്, പാപമാണ്. ഈ തെറ്റാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുത്തുനബിയെ യാ റസൂലല്ലാ എന്ന് വിളിച്ച കാരണം കൊണ്ട് ലോക മുസ്ലിമീങ്ങളെ ഇവർ കാഫിരീങ്ങളായി പ്രഖ്യാപിച്ചത്. എത്ര ഗൗരവം പിടിച്ച കാര്യമാണ്. ഇസ്തിഗാസയുടെ പേരിലും നേർച്ചയുടെ പേരിലും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സിയാറത്ത് ചെയ്തതിൻ്റെ പേരിലും അങ്ങനെ തുടങ്ങി ധാരാളം വിഷയങ്ങളിൽ ലോക മുസ്ലിമീങ്ങൾ ഇവർ കാഫിരീങ്ങളാക്കുന്നു. എന്തിനേറെ പറയണം, ഓരോ വ്യക്തിയെയും പേരെടുത്ത് കാഫിറാക്കിയ സംഭവങ്ങൾ നമുക്ക് മുമ്പിൽ കാണാൻ സാധിക്കും. കാന്തപുരം ഉസ്താദിനെ കുറിച്ചും ഇ കെ അബൂബക്കർ മുസ്ലിയാറെ കുറിച്ചും കൂറ്റനാട് ഉസ്താദിനെ കുറിച്ചും അവരുടെ സൽസബീൽ മാസികയിൽ അവർ എഴുതി വെച്ചത് നമുക്ക് കാണാൻ സാധിക്കും. എൻ്റെ മുമ്പിലുള്ളത് അവരുടെ 1955 ഡിസംബർ മാസത്തിൽ പുറത്തിറക്കിയ പുസ്തകം 2,13,000 സൽസബീൽ മാസികയുടെ കോപ്പിയാണ്. അതിൽ അവർ എഴുതി വെച്ചത് ഇങ്ങനെയാണ്: അതുപോലെ തർക്കിച്ചു കൊണ്ടിരിക്കുന്ന കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ, ഇ കെ അബൂബക്കർ മുസ്ലിയാർ, കൂറ്റനാട് മുസ്ലിയാർ പോലെയുള്ളവർ ഇന്നുമുണ്ടല്ലോ. വഇൻ അതഅ്തുമൂഹും ഇന്നക്കും ലമുശ്രികൂൻ. അങ്ങനെയുള്ള തർക്കക്കാർക്ക് നിങ്ങൾ വഴങ്ങിക്കൊടുത്താൽ നിങ്ങൾ മുശ്രിക്കുകൾ തന്നെ. ഇങ്ങനെ വളരെ ആഘോഷപരമായി അവരുടെ 1955 ഡിസംബർ മാസത്തിൽ പുറത്തിറക്കിയ സൽസബീൽ മാസികയിൽ അവർ രേഖപ്പെടുത്തി വെച്ചതാണ്. ഇങ്ങനെ ഓരോ വ്യക്തികളുടെയും പേരെടുത്ത് പറഞ്ഞ് അവരെ കാഫിറാക്കിയ സംഭവം നമുക്ക് മുമ്പിലുണ്ട്. അതുപോലെ തന്നെ മഹാനായ ഇ കെ ഹസൻ മുസ്ലിയാർ മരണമാസന്നമായി കിടക്കുന്ന സമയത്ത് വഹാബി പ്രമുഖനായ ഖെ ഉമർ മൗലവി അസ്ലിം തസ്ലം എന്ന് കത്തയച്ച സംഭവം നമുക്ക് മുമ്പിലുണ്ട്. എന്താണ് കത്തിൽ പറയുന്നത്? നമുക്ക് കത്തൊന്ന് വായിച്ചു നോക്കാം. ഇ കെ ഹസൻ മുസ്ലിയാർ അസ്ലിം തസ്ലം വ ഇല്ല ഫ ഇന്ന അലൈക ഇസ്മ അത്ബാഇക. ഇ കെ ഹസൻ മുസ്ലിയാർ,
നീ മുസ്ലിമാവണം, എന്നാൽ നീ രക്ഷപ്പെട്ടു. അല്ലാത്ത പക്ഷം നിന്റെ അനുയായികളുടെ പാപഭാരം നിന്നിലേക്കായി ഭവിക്കും. ഇങ്ങനെ വളരെ ആഘോഷപരമായി ഓരോ വ്യക്തികളുടെയും പേരെടുത്ത് കാഫിറാക്കിയ സംഭവം നമുക്ക് മുമ്പിലുണ്ട്. ഇസ്തിഗാസയുടെ പേരിലും നേർച്ചകളുടെ പേരിലും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സിയാറത്ത് ചെയ്യുന്നവരെക്കുറിച്ച് കാഫിറെന്ന് വളരെ ആഘോഷപരമായി എഴുതി വെച്ചത് നമുക്ക് മുമ്പിലുണ്ട്. ഇത്രയധികം ഗൗരവം പിടിച്ച കാര്യം അവർ വളരെ സിമ്പിളായി കാണുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരക്കാരുടെ ആശയങ്ങളിൽ നിന്ന് നമ്മെ കാത്തു സംരക്ഷിക്കുമാറാവട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.